1990 ഫെബ്രുവരിയിൽ കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി അന്നത്തെ പ്രധാനമന്ത്രി വിശ്വനാഥ് പ്രതാപ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. അത് ലക്ഷ്യവേദിയായ ഒരു പരിപാടിയായി തന്നെ മുന്നേറി. അങ്ങനെ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. മുൾക്ക് രാജ് ആനന്ദ്, ഇ മൊയ്തു മൗലവി, വൈക്കം മുഹമ്മദ് ബഷീർ, സുകുമാർ അഴീക്കോട് തുടങ്ങിയവരെ സാക്ഷിയാക്കി നവസാക്ഷരയായ ചേലക്കാടൻ ഐഷയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. നമ്മളെ ഈ സാക്ഷരതാ പരിപാടിയിലേക്കായി ആരും മടിക്കാത്ത നിലക്ക് നല്ല വണ്ണത്തിൽ ഇത് മുന്നോട്ട് പോകാനുള്ള അത്യാവശ്യത്തെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഒരു അക്ഷരം എഴുതാനോ പഠിക്കാനോ ഒന്നും സാധ്യമുള്ള ഒരാളല്ലേനും. ഇപ്പം എനിക്ക് ഈ സാക്ഷരതാ പരിപാടിയിലേക്കായി വന്നതിൻ്റെ ശേഷമായിട്ട് വായിക്കാനും എഴുതാനും പേരെഴുതാനും ബസ്സിൻ്റെ വാർഡ് വായിക്കാനും വേറെ എന്തെങ്കിലും വല്ല മരുന്നിൻ്റെ ലിസ്റ്റോ മറ്റോ മറിച്ചോ വായിക്കാനും അതിനെല്ലതും അള്ളാഹുവിൻ്റെ അനുകൂലത്താൽ നമുക്ക് സാധ്യമുണ്ടായി തീർന്നു. അതുകൊണ്ട് ഞാൻ ഈ കത്തിച്ച വിളക്ക് നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ ആ വിളക്ക് പ്രകാരം തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് നേട്ടമായിട്ട് ഉണ്ടായി തീരട്ടെ. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേട്ടമായി നേടിയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതിവിശിഷ്ടമായൊരു നേട്ടമായിരുന്നു ഇതെന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല. ഒരു ഭാഷാ സമൂഹത്തിലെ എല്ലാ ജനങ്ങളും സ്വന്തം പേരെങ്കിലും എഴുതാൻ പ്രാപ്തി നേടുന്ന ഒരവസ്ഥ ചിലപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും സംഭവിച്ചതായിരിക്കില്ല.